നല്ല നിമിഷങ്ങൾ ഓർത്ത് കർത്താവിന് ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്യുന്നു. 46-ാമത്തെ സങ്കീർത്തനം നമുക്കെല്ലാം വളരെ പരിചിതമായ സുപരിചിതമായ ഒരു സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനം എഴുതിയത് ആരാണ് എന്ന് നമുക്ക് അതിൻ്റെ ആദ്യ വാക്യങ്ങൾ അല്ലെങ്കിൽ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ കാണുവാൻ കഴിയുന്നു. കോരഹ് പുത്രന്മാരുടെ ഒരു സങ്കീർത്തനം എന്നാണ് കാണുവാൻ കഴിയുന്നത്. കോരഹ് പുത്രന്മാർ, ദ സൺ ഓഫ് കോരാസ്, പ്രൈസ് ദി ലോർഡ്, അവരെഴുതിയ സങ്കീർത്തനമാണ്. 150 സങ്കീർത്തനങ്ങൾ ഉള്ളതിൽ ഏകദേശം 73 സങ്കീർത്തനങ്ങൾ ദാവീദ് എഴുതിയത് നമുക്ക് ഈ പുസ്തകത്തിൽ വായിക്കുവാൻ കഴിയും. മറ്റ് 12 സങ്കീർത്തനങ്ങൾ ആസാഫ് സങ്കീർത്തനങ്ങൾ എഴുതിയതായിട്ട് നമുക്ക് കാണാം. കോരഹ് പുത്രന്മാർ 12-13 സങ്കീർത്തനങ്ങൾ എഴുതിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. കോരഹ് പുത്രന്മാരെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന ചിന്തകളാണ്. കോരഹും നാദാബ്, അബീരാം, അവരോട് കൂടെ 250 പേര് മോശയോടും അഹരോനോടും മത്സരിച്ചപ്പോൾ ഭൂമി അവരെ വായ് പിളർന്ന് വിഴുങ്ങിക്കളഞ്ഞ പ്രത്യേകമായ സന്ദർഭത്തിൽ ഇവിടെ കോരഹ് എന്ന് പറയുന്ന അല്ലെങ്കിൽ കോരഹിന്റെ മക്കളായ സ്തോത്രം, കോരഹിന്റെ പുത്രന്മാർ, അവർ സ്തോത്രം വിടുതൽ പ്രാപിച്ച അനുഭവം നമുക്ക് ഈ പുസ്തകങ്ങളിലൊക്കെ കാണുവാൻ കഴിയുകയാണ്. 1-ാമത്തെ പദത്തിൽ അങ്ങനെ പറയുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ചില വേദ പഠിതാക്കളുടെ അഭിപ്രായത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്. കോരഹ്, നാദാബ്, അബീരാം അല്ലെങ്കിൽ 250 ലീഡേഴ്സ് ഓഫ് ഇസ്രയേൽ അവര് മോശയ്ക്കെതിരായി മത്സരിച്ചപ്പോൾ ഇപ്പോൾ ഭൂമി വായ് പിളർന്ന് അവരെ വിഴുങ്ങുവാനായി നിൽക്കുകയാണ്. കോരഹ് പുത്രന്മാർ ഇപ്പോൾ വിഴുങ്ങിപ്പോകുന്ന ഒരു പ്രത്യേകമായ സന്ദർഭം അവരുടെ മുൻപിൽ അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ചില വേദ പഠിതാക്കൾ എങ്ങനെയാണ് പറയുന്നത്, പെട്ടെന്ന് അവർ കണ്ടു. എന്താണ് കണ്ടെന്ന് ചോദിച്ചാൽ അവർ കണ്ടത് ടാബർനാക്കിൾ കണ്ടു, തിരുനിവാസം കാണുവാനിടയായി തീർന്നു. തിരുനിവാസത്തിൽ ഉയർന്നിൽക്കുന്ന യാഗപീഠം കാണുവാനിടയായി തീർന്നു. യാഗപീഠം കണ്ടു. അവർ ആ ദേശത്തു നിന്ന് ഓടിച്ചെന്ന് യാഗപീഠത്തിന്റെ കൊമ്പുകളെ കയറി പിടിച്ചു എന്നാണ് പറയുന്നത്. സ്തോത്രം. യാഗപീഠത്തിന്റെ കൊമ്പുകളിൽ പിടിച്ചത് കൊണ്ട് സ്തോത്രം തന്റെ പിതാക്കന്മാർ സ്തോത്രം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ പുത്രന്മാരായ കോരഹിന്റെ പുത്രന്മാർ 3 പേര് അവർ സ്തോത്രം രക്ഷ പ്രാപിച്ചു എന്ന് സ്തോത്രം നമുക്ക് കാണുവാൻ കഴിയുകയാണ്. അതുകൊണ്ടാണ് 84-ാമത്തെ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന, കുരുകിൽ ഒരു മീടും വീവൽ പക്ഷി തന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയുടെ യാഗപീഠത്തിൽ തന്നെ എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാവിലെയും ഒരു ദൈവ പൈതൽ ഓടി രക്ഷപ്പെടുവാൻ, ഓടി സങ്കേതം പ്രാപിക്കുവാൻ, ഓടി അടുത്തു വരുവാൻ കഴിയുന്ന ഒരു സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ യഹോവയുടെ സങ്കേത നഗരത്തിലാണ്, യഹോവയുടെ സന്നിധിയിലാണ് ഇന്ന് രാവിലെയും നമുക്ക് ബലമുള്ളത്, ഈ രാവിലെയും നമുക്ക് വിടുതലുള്ളത്. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനങ്ങൾ സാധാരണ നമ്മുടെ സഭായോഗങ്ങളിൽ സാധാരണ ചൊല്ലുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എനിക്ക് മനസ്സിലായത്, ഞാൻ ഇപ്രകാരം ചിന്തിച്ച 150 സങ്കീർത്തനങ്ങൾ ഇതെല്ലാം പ്രായോഗിക ജീവിതവുമായി ബന്ധപ്പെട്ട് അവന്റെ ജീവിതവുമായി സ്തോത്ര ദാവീദ് അവന്റെ ജീവിതവുമായി അല്ലെങ്കിൽ ആസാഫ് അല്ലെങ്കിൽ കോരഹ് പുത്രന്മാർ അവരുടെ ലൈഫുമായി വളരെ റിലേറ്റഡ് ആണ്. ദാറ്റ് മീൻസ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ സ്തോത്രം മൗണ്ടൻ ടോപ്പ് അനുഭവങ്ങൾ ഉണ്ട്, വാലീസ് താഴ്വരകളുണ്ട്. ഈ മൗണ്ടൻ ടോപ്പ് അനുഭവങ്ങളും വാലീസും സ്തോത്രം നിറഞ്ഞ ഒരു സമ്മിശ്രമായ ഒരു ജീവിതമാണ് നാം ഈ ഭൂമിയിൽ നയിക്കുന്നത്. എന്നാൽ ഇപ്രകാരം ഈ ഭൂമിയിൽ അനുഭവിച്ച ദൈവദാസന്മാർ, അഭിഷിക്തന്മാർ അവരുടെ ജീവിതവുമായി തലനം ചെയ്ത് അവർ ദൈവത്തോടുള്ള അവരുടെ ബന്ധത്തിൽ അവർ ദൈവത്തെ സന്നിധിയിൽ പാടിയ ചില പാട്ടുകൾ, ധ്യാനിച്ച ചില വാചകങ്ങളാണ് സങ്കീർത്തനങ്ങളായി കാണുവാൻ കഴിയുന്നത്. അത് ഇന്ന് പകലും നമ്മൾ പോകുന്ന വ്യതയുടെ നടുവിൽ, ഇന്ന് പകൽ നമ്മൾ പോകുന്ന കഷ്ടതയുടെ നടുവിൽ, ഇന്ന് രാവിലെ നാം പോകുന്ന അനുഭവങ്ങളുടെ നടുവിൽ നമുക്കും ഇന്ന് രാവിലെ ഉറയ്ക്കുവാനും ആശ്രയിക്കുവാനും ഹല്ലേലൂയ കഴിയുന്ന പാട്ടുകളാണ് ഈ പാട്ടുകൾ എന്ന് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചില നിമിഷങ്ങൾ മാത്രം ഞാൻ സംസാരിക്കാം. 46 മുതൽ 46-ന്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ സ്തോത്രം കോരഹ് പുത്രന്മാർ ദൈവത്തെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അല്ലെങ്കിൽ ദൈവ പ്രവൃത്തി വർണ്ണിക്കുകയാണ്. എന്താ വർണ്ണിക്കുന്നത്? ദൈവം നമ്മുടെ സങ്കേതവും ബലവും, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണ, ഭൂമി മാറും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാൽ, അതിന്റെ വെള്ളം ഇരിച്ചു കലങ്ങിയാൽ, അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാൽ നാം ഭയപ്പെടത്തില്ല. ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവ നഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ അത് സന്തോഷിപ്പിക്കും. ദൈവം അതിന്റെ മധ്യേ ഉണ്ട്, അത് കുലുങ്ങി പോകുകയില്ല. ദൈവം അധികാലത്ത് അവനെ സഹായിക്കും.
7-ാമത്തെ വാക്യം, സൈന്യങ്ങളുടെ ഹോവ നമ്മോട് കൂടിയുണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാക്കിയിരിക്കുന്നു. ഇങ്ങനെ സ്തോത്രം 10-9 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തെ കുറിച്ച്, ദൈവപ്രവൃത്തിയെ കുറിച്ച്, അവന്റെ കഷ്ടതയിൽ അവനായിരിക്കുമ്പോൾ തന്നെ ദൈവപ്രവൃത്തിയെ കുറിച്ച് അവൻ ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ 10-ാമത്തെ വാക്യമാണ് ഈ പുസ്തകത്തിന്റെ തീം വാക്യം. 10-ാമത്തെ വാക്യത്തിൽ അവിടെ ഇങ്ങനെ പറയുകയാണ്, ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ആത്മാവിൽ വിളിച്ചു പറയാ, ദൈവത്തെ വർണ്ണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അഭിഷിക്തനോട് ദൈവം 10-ാമത്തെ വാക്യത്തിൽ പറയുക, സ്തോത്രം, be still and know that I am God. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. Verse 9 vare he was talking about God. He was talking about the activities of God, the works of God. And verse number 10 we see God is personally talking to his saint. ഇന്ന് രാവിലെ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ ദൈവപ്രവൃത്തിക്ക് വേണ്ടി ആഗ്രഹത്തോടെ വാഞ്ചയോടെ കാത്തിരിക്കുന്ന ഒരു ദൈവ പൈതലോട് ദൈവം നേരിട്ട് സംസാരിക്കുന്ന ദൈവമാണ്. Praise the Lord. Praise the Lord. Praise the Lord. അതുകൊണ്ടാണ് നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത. ലോകത്തിലെ ദൈവങ്ങൾ മൂക്കുണ്ടെങ്കിലും അത് മണക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും അത് കാണുന്നില്ല. എന്നാൽ ഇന്ന് രാവിലെ നാം വന്നിരിക്കുന്ന ദൈവം അഖിലാണ്ട ചരാചരങ്ങളെ നിർമ്മിച്ച ദൈവമാണ്. ഓ രബാശ്യന്തരാബ, ഇന്ന് രാവിലെ അവൻ നമ്മുടെ വ്യഥ അറിയുന്ന ദൈവമാണ്, അവൻ നമ്മെ അറിയുന്ന ദൈവമാണ്, അവൻ നമ്മുടെ പ്രതിസന്ധി അറിയുന്ന ദൈവമാണ്, അവൻ നമ്മുടെ കഷ്ടത അറിയുന്ന ദൈവമാണ്. ഇന്ന് രാവിലെ നമ്മുടെ കഷ്ടതയ്ക്ക് അവൻ അടുത്ത തുണയാണ്. Praise the Lord. Hallelujah. ഇന്ന് രാവിലെ ദൈവം ഈ രാവിലെ കഷ്ടതയിലൂടെ പോകുന്ന ജീവിതങ്ങൾ ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്നവരോട് ദൈവാത്മാവ് ഈ രാവിലെ ആത്മാവിൽ ഈ ദൂത് വിളിച്ചു പറയുകയാണ്, ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. എന്താണ് ദൈവം പറയുവാൻ ആഗ്രഹിക്കുന്നത്? 3 കാര്യങ്ങൾ ദൈവം പറയുവാൻ ആഗ്രഹിക്കുന്നു. വേഗത്തിൽ ഞാൻ പറയാം. ഒന്ന്, പ്രൈസ് ദി ലോർഡ്, പ്രതികൂലങ്ങളിലൂടെ കടമൊക്കെ പോകുമ്പോൾ what must be your response? എന്തായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ റെസ്പോൺസ്? പ്രൈസ് ദി ലോർഡ്. വേദനയിലൂടെ കടന്നു പോകുമ്പോൾ നാം എങ്ങനെയാണ് ദൈവത്തോട് പ്രതികരിക്കേണ്ടത്? സ്തോത്രം. വചനം പറയുന്നു, ബി സ്റ്റിൽ. Amen. Be still. സ്തോത്രം. മിണ്ടാതിരിക്കുക. Praise the Lord. ഇന്ന് രാവിലെ സ്തോത്രം നമ്മുടെ ഒരു പ്രത്യേകത ഉണ്ട്. മലയാളികളായി നമ്മുടെ പ്രത്യേകത മാത്രമല്ല, സ്തോത്രം, എന്താണ് ചോദിച്ചാൽ, സ്തോത്രം, we all are a kind of fixer, right? Praise the Lord. We want to fix things. If something goes wrong, we want to fix it. സ്തോത്രം, പാസ്റ്റർ ആയാലും വീട്ടിലെ കുടുംബനാഥനായാലും കുടുംബനാഥിയായാലും എവിടെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമ്മൾ അതിന്റെ നടുവിൽ അതിനെ ഫിക്സ് ചെയ്യും. ഫിക്സ് ചെയ്യാന്നുള്ളത് നമ്മുടെ ഒരു എന്താ പറയുന്നത്, നമ്മുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അല്ലേ? സ്തോത്രം. എന്നാൽ സ്തോത്രം, ഇവിടെ ചില സമയങ്ങളിൽ സ്തോത്രം ഫിക്സ് ചെയ്യാവുന്ന അനേക കാര്യങ്ങളുണ്ട്. പൈപ്പ് പൊട്ടിയാൽ ഫിക്സ് ചെയ്യാം. സ്തോത്രം. ഞങ്ങളുടെ വീട്ടിലെ പൈപ്പ് പൊട്ടിയാൽ നമുക്ക് സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ഫിക്സ് ചെയ്യാം. സ്തോത്രം. ചെറിയ കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. എന്നാൽ ചില കാര്യം നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റാത്തതുണ്ട്. Are you with me this morning? Praise the Lord. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ മേലാത്ത ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇന്ന് രാവിലെ ഫിക്സ് ചെയ്യാൻ മേലാത്ത കാര്യങ്ങൾ നമ്മുടെ മുൻപിൽ വരുമ്പോൾ ഇന്ന് രാവിലെ വെറുതെ പോയിട്ട് ഫിക്സ് ചെയ്യാൻ ശ്രമിക്കരുത്. ഫിക്സ് ചെയ്താൽ ശ്രമിച്ചാൽ സ്തോത്രം ഉള്ളതും കൂടെ നശിപ്പിക്കാവുന്നേ ഉള്ളൂ. സ്തോത്രം. ഞാൻ ഈ പൈപ്പിന്റെ കാര്യം പറഞ്ഞ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പൈപ്പ് പൊട്ടി, ഇപ്പൊ ഞാനിത് നന്നാക്കാൻ ശ്രമിച്ചു. എന്റെ ഭാര്യ പറഞ്ഞ് തൊടരുത്, തൊട്ടാൽ പുള്ളിക്കാരത്തേക്ക് അറിയാം ഉള്ളത് കൂടി ഇത് നാശമായി തീരുമെന്ന് അറിയാം. സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞത്, സ്തോത്രം, പ്രശ്നം വരുമ്പോൾ വെറുതെ സ്തോത്രം നമ്മൾ തൊടാൻ പോയാൽ, ചിലതൊക്കെ ഫിക്സ് ചെയ്യാൻ പോയാൽ അത് ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ഇന്ന് രാവിലെ ഒരു ദൈവ പൈതൽ എന്ന രീതിയിൽ ഇന്ന് രാവിലെ സ്തോത്രം ഫിക്സ് ചെയ്യാൻ മേലാത്ത സമയത്ത് വരുമ്പോൾ എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ, ബി സ്റ്റിൽ, ബി റിലാക്സ്, ബി സ്റ്റിൽ ആൻഡ് റിലാക്സ്. ദാറ്റ് വുഡ് ബി അവർ റെസ്പോൺസ് ഇൻ ദിസ് മോർണിംഗ്. സ്തോത്രം. ഒന്നും ചെയ്യണ്ട, ദൈവസന്നിധി ജസ്റ്റ് അങ്ങ് റിലാക്സ് ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. വൈ യു മസ്റ്റ് റിലാക്സ്? ബിക്കോസ് ബൈബിൾ സേസ്, ബി സ്റ്റിൽ and know that I am God. Praise the Lord. ഞാൻ ദൈവമായതുകൊണ്ട് ഇന്ന് രാവിലെ നീ റിലാക്സ് ചെയ്യേ. ഫസ്റ്റ് യു റിലാക്സ് ആൻഡ് റിമെമ്പർ ദാറ്റ് ഐ ആം യുവർ ഗോഡ്. ഇന്ന് രാവിലെ അങ്ങനെ ഒരു ദൈവത്തെ പരിചയമുണ്ടോ?
ഇന്ന് രാവിലെ അങ്ങനെ ഒരു ദൈവത്തെ പരിചയം ഉണ്ടെങ്കിൽ ബി സ്റ്റിൽ ആൻഡ് റിലാക്സ്. ദൈവം ഇല്ലാത്തവര് സ്തോത്രം പ്രശ്നങ്ങൾ വരുമ്പോൾ സ്തോത്രം പ്രതികൂലത്തിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. എന്നാൽ ഇന്ന് രാവിലെ ദൈവം ഉള്ള ഒരു ദൈവ പൈതൽ ഇന്ന് രാവിലെ ചെയ്യേണ്ട കാര്യം റിലാക്സ് ആൻഡ് റിമെമ്പർ ദാറ്റ് ഐ ആം യുവർ ഗോഡ്. ഐ ആം യുവർ ഗോഡ്. ഇല്ലായ്മയെന്ന് സകലത്തെയും ഒരു വാക്കുകൊണ്ട് വിളിച്ചു വേർതിരിക്കാൻ കഴിയുന്നവൻ. ബിങ് ബാങ് തിയറി കൊണ്ട് കഴിഞ്ഞ ദിവസം പിള്ളേർ പറഞ്ഞ കാര്യം സ്തോത്രം അങ്ങനെ പറഞ്ഞ് ഒരു വാക്കുകൊണ്ട് ഉളവാകട്ടെ എന്ന് പറഞ്ഞു. ലെറ്റ് ദെയർ ബി ലൈറ്റ് എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചം ഉണ്ടായെങ്കിൽ സ്തോത്രം ഒരു വാക്കുകൊണ്ട് സകലത്തെ ഉളവാക്കുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് ഇന്ന് രാവിലെ എൻ്റെ ദൈവമെങ്കിൽ, എൻ്റെ കർത്താവെങ്കിൽ, എൻ്റെ രക്ഷകനെങ്കിൽ ഇന്ന് രാവിലെ ദൈവമക്കളെ നമ്മൾ ഫിക്സ് ചെയ്യണ്ട. ബി സ്റ്റിൽ, ബി സ്റ്റിൽ, ബി റിലാക്സ്. Praise the Lord. He can fix it. He is able to fix it because he is sovereign. He is Alpha and Omega. He is eternal. He is Alpha and Sotra. ഇന്ന് രാവിലെ he is the beginning and the end. അവൻ ആരംഭം അറിയാം, അവസാനം അറിയാം. സ്തോത്ര എല്ലാം അറിയാവുന്നതുകൊണ്ട് അവന്റെ കയ്യിൽ കാര്യങ്ങളെ സമർപ്പിച്ച് ഇന്ന് രാവിലെ ഉറയ്ക്ക് അവൻ നമുക്ക് വേണ്ടി ഈ രാവിലെയും ദൈവപ്രവൃത്തി വെളിപ്പെടുത്തും. Praise the Lord. Praise the Lord. Praise the Lord. Be relaxed and remember that I am God. Praise the Lord. തീർന്നില്ല. Verse number 11 പറയുകയാണ്. Praise the Lord. Recognize the Lord of hosts is with us. The God of Jacob is my fortress. Praise the Lord. Hallelujah. Not only relax, remember. Praise the Lord. And recognize the Lord of hosts is with us. ഈ ലോർഡ് ഓഫ് ഹോസ്റ്റ് എന്ന് പറഞ്ഞപ്പോ എന്താ എന്ന് അതിന്റെ വാക്കിന്റെ അർത്ഥം എന്തുവാ? സൈന്യങ്ങളുടെ ഹോവ എന്ന് പറഞ്ഞാൽ സൈന്യത്തിന്റെ അധിപതി. പ്രൈസ് ദി ലോർഡ്. ചീഫ് കമാൻഡർ. പ്രൈസ് ദി ലോർഡ്. അതിന്റെ അർത്ഥം എന്താ? വാരിയർ. പ്രൈസ് ദി ലോർഡ്. അതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ സ്തോത്രം ഇന്ന് രാവിലെ സ്തോത്രം നാം ഇവിടെ സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. നമ്മൾ ഇവിടെ റിലാക്സ് ചെയ്തിരിക്കുമ്പോൾ അവന് യുദ്ധം ചെയ്യാൻ അറിയാം. പ്രൈസ് ദി ലോർഡ്. ഹി നോസ് ഹൗ ടു conquer. He knows how to defeat it. He knows how to deal with it. He knows how to, amen, engage the problem that you are going through at this moment. Intervene on your problem this morning time. Let me tell you, he knows what to do because he is a Lord of hosts. സൈന്യങ്ങളുടെ ഹോവ അവൻ ഇന്ന് രാവിലെ. സൈന്യങ്ങളുടെ ഹോവയുടെ അധിപതി ഇന്ന് രാവിലെ നമ്മോട് കൂടെ ഈ പ്രഭാതത്തിൽ ഉള്ളത് കൊണ്ട് ഈ രാവിലെ നാം ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഈ രാവിലെ നാം ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അവൻ നമ്മുടെ ദുർഗം. ഹി ഈസ് മൈ ഫോർട്രസ്. ഫോർട്രസ് എന്ന് പറഞ്ഞാൽ ഉറപ്പാണ്. ആമേൻ. സ്തോത്രം. അവൻ നമ്മുടെ ഉറപ്പാണ്. ഇന്ന് രാവിലെ ദൈവവൈദ്യലെ ഈ വചനം ഞങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ ഇന്ന് രാവിലെ ഒരിക്കൽ കൂടെ മനസ്സിനോട് പറഞ്ഞേ, സ്തോത്രം, മനമേ നീ എന്തിനാ ചിന്താകുലപ്പെടുന്നത്? നീ എന്തിനാ വ്യാകുലപ്പെടുന്നത്? നീ എന്തിനാ വിഷമിക്കുന്നത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. അവൻ തന്നെ നമ്മുടെ സ്തോത്രം. അവൻ തന്നെ നമ്മുടെ സങ്കേതം. ഹി ഈസ് മൈ ഫോർട്രസ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ കർത്താവിന് ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം. കേൾപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം. കൃപയിൽ പൊതിഞ്ഞാട്ട് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്.